മാലിന്യ സംസ്കരണത്തിന് പുതിയ മാർഗങ്ങൾ സൃഷ്ടിച്ച് മാതൃകയായി ചെറുവട്ടൂർ ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾക്കായി തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ബയോബിന്നിൽ സ്ഥാപിച്ചാണ് സ്കൂളിൽ മാലിന്യ സംസ്കരണം നടത്തുന്നത്. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് നിർവഹിച്ചു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സബ്സിഡി നിരക്കിൽ ലഭ്യമായ ബയോബിൻ സ്ഥാപിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ പുതിയ മാതൃകകൾ തേടിയിരിക്കുകയാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് LP സ്കൂൾ. കുട്ടികൾക്കായി തയ്യാറാക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ബയോബിന്നിൽ സ്ഥാപിച്ച് ജൈവവളമാക്കി മാറ്റി സ്കൂൾ വളപ്പിൽ കൃഷി ചെയ്തിട്ടുള്ള ജൈവ പച്ചക്കറി കൃഷിക്ക് ജൈവവളമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന കർമ്മം വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തില് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്ന ഓരോ മാലിന്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇനി നിങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ പ്ലാസ്റ്റിക് ഇല്ലാതെ പ്ലാസ്റ്റിക് കത്തിച്ച പുകയൊന്നും ശ്വസിക്കാതെ നല്ല തലമുറകളായി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് എല്ലാം ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുന്നത്, അല്ലേ? ഹെഡ് മാസ്റ്റർ KH സൈനുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. മാലിന്യമുക്ത കേരളത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ ഇത്തരമൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ചടങ്ങിൽ SMC അംഗങ്ങളായ റഷീദ് കവലക്കൽ, സലീം അമ്പാടത്ത്, പാഴ്വസ്തു കലാകാരൻ രവീന്ദ്രൻ ചങ്ങനാട്ട്, അധ്യാപകരായ അൻസ, അഞ്ജു ജോർജ്, മേരി ജിൻസി, ഫഹദ്, മേഘ, പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇറക്കി വെച്ചതിന് ശേഷം ഏറ്റവും അടിയിൽ ദിവസങ്ങൾക്ക് മുമ്പ് വെച്ച പാത്രം എടുത്തു കഴിയുമ്പോൾ അതിൽ നമ്മളിട്ട് വേസ്റ്റോ മുള്ളോ അല്ലെങ്കിൽ മറ്റേ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളൊന്നും ഉണ്ടാവും, എല്ലാം ഒരു കുഴമ്പ് പോലെ ഇരിക്കും. ഭയങ്കര വളമാണത്, ജൈവ വളമാണത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ടണൽ അക്രലിക് അക്വേറിയം 10,000 സ്ക്വയർ ഫീറ്റിൽ വിവിധ ഇനം പക്ഷികൾ പെരുമ്പാവൂരിന് വിസ്മയാനുഭൂതികൾ സമ്മാനിക്കുന്നു. മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം.